കോഴിക്കോട് വടകര മാക്കൂലിൽ ആകർഷകമായ ഓഫറുകൾ നൽകി വീട്ടമ്മമാരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതിപിടിയിൽ കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റോയൽ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ്. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ, എന്താണ് സംഭവം? എങ്ങനെയാണ് തട്ടിപ്പ്? മാധു, റോയൽ ഫർണിച്ചർ എന്നാണ് കടയുടെ പേര്. പക്ഷേ നാട്ടുകാരെ മുഴുവൻ ഈ വിരുദ്ധൻ പറ്റിച്ചിരിക്കുകയാണ്. അതായത് സാധാരണക്കാരായ വീട്ടമ്മമാരെയും സ്ത്രീകളൊക്കെ തന്നെയാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. 1-2 രൂപയല്ല, ലക്ഷങ്ങളാണ് തട്ടിക്കൊണ്ടുപോയത്. അതായത് വടകര മാക്കൂലിൽ റോയൽ ഫർണിച്ചർ എന്നൊരു കട തുടങ്ങിയ ശേഷം ആ പ്രദേശത്തുള്ള വടകര റൂറൽ പോലീസ് പരിധിയിലുള്ള വീടുകളൊക്കെ തന്നെ കയറി സ്ത്രീകളെയും വീട്ടമ്മമാരൊക്കെ തന്നെ കണ്ടുകൊണ്ട് മാസം 1000 രൂപ വെച്ച് 20 മാസം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കുറവിൽ ഫർണിച്ചറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ വാങ്ങാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയത്. അതോടൊപ്പം തന്നെ നറുക്കെടുപ്പിലൂടെ ഏതെങ്കിലും തരത്തിൽ നറുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പണം അടയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചറോ അല്ലെങ്കിൽ ഉപകരണമോ വാങ്ങാമെന്ന വാഗ്ദാനമാണ് നൽകിയത്. പക്ഷേ നറുക്ക് കിട്ടിയവർക്കും പണം അടച്ചവർക്കും ഇതൊന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെയാണ് നാട്ടുകാർ ഈ മാക്കൂലുള്ള കട തേടി വരുന്നത്. ആ സമയത്താണ് അങ്ങനെ ഒരു കട അവിടെ ഇല്ല, ഉണ്ടായിരുന്ന കട പൂട്ടിക്കിടക്കുന്നതായി കാണുന്നത്. അങ്ങനെ പോലീസിൽ പരാതി തരുന്നു. 1-2 പരാതിയല്ല, നിരവധി പരാതിയാണ് വടകര റൂറൽ പോലീസ് പരിധിയിൽ ലഭിച്ചത്. അങ്ങനെയാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയെ മുസ്തഫയെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഇയാള് മലപ്പുറം ഭാഗത്തും തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാധു, ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.